VIP-മാരും VVIP-മാരും ഇങ്ങനെ ഒഴുകുന്നുണ്ട്. അതോടൊപ്പം തന്നെ സാധാരണക്കാരായ ആളുകൾ ഇങ്ങനെ വിഴിഞ്ഞത്ത് തിരമാല അടിക്കുന്നത് പോലെ, തീരത്ത് തിരമാല അടിക്കുന്നത് പോലെ ആളുകൾ ഇങ്ങനെ ഒഴുകുകയാണ്. ആളുകൾ ഇപ്പോഴും വന്നുകൊണ്ടേയിരിക്കുന്നു. എല്ലാവർക്കും ആകാംക്ഷയാണ് പ്രധാനമന്ത്രിയെ കാണണം, മുഖ്യമന്ത്രിയെ കാണണം. അതോടൊപ്പം തന്നെ വിഴിഞ്ഞം എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ തന്നെ ഏറ്റവും അഭിമാന പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിൻ്റെ സാക്ഷിയാകണം. ഇതൊക്കെയാണ് എല്ലാവരുടെയും ആഗ്രഹം. വരുന്ന ആളുകളെ കാണാൻ കഴിയുന്നുണ്ട്. വലിയ സുരക്ഷാ ക്രമീകരണങ്ങളുണ്ട്. തുറമുഖം കാണാൻ വന്നാണോ? നാണക്കാരിയാണ്, മിണ്ടുന്നില്ല. നിങ്ങൾ വന്നപ്പം എന്തോ ബാഗോ മറ്റോ ഉണ്ടായിരുന്നില്ല? അപ്പോൾ പ്ലാസ്റ്റിക് കവർ ഉണ്ടായിരുന്നു, കുടിക്കേണ്ട വെള്ളമായിരുന്നു കൊണ്ടുവന്നത്. വെള്ളമൊക്കെ അവിടെ ഉണ്ട്? അതറിയില്ലായിരുന്നു. ബാഗ് അപ്പോൾ തിരിച്ചു വെക്കാൻ പോയതൊന്നുമില്ലേ? തിരിച്ചു വെക്കാൻ പോയതാ. വലിയ സുരക്ഷയുണ്ട്. ഇവർ നേരത്തെ വന്ന സമയത്ത് ഇവരുടെ കയ്യിൽ ഒരു കവർ ഉണ്ടായിരുന്നു. അപ്പോൾ അത് അകത്തേക്ക് കടത്തി വിട്ടില്ല. അവരിപ്പോൾ ഒപ്പമുള്ള ആൾ വാഹനത്തിൽ അത് വയ്ക്കാൻ വേണ്ടി തിരിച്ചു പോയതാണ്. ആളുകൾ വരുന്നു. വലിയ സുരക്ഷയുണ്ട്. വലിയ സുരക്ഷ എന്ന് പറയുമ്പോൾ സമീപകാലത്തൊന്നും കേരളത്തിലൊരു പരിപാടി നടക്കുമ്പോൾ കാണാത്ത അത്ര വലിയ സുരക്ഷയുണ്ട്. രാജ്യ തലസ്ഥാനത്ത് സാധാരണ നിലയിൽ കാണാത്തൊരു സുരക്ഷ, ആ തരത്തിലുള്ള ഒരു സുരക്ഷാ ക്രമീകരണം ഇവിടെ ഒരുക്കിയിരിക്കുന്നു. കാരണം അതിർത്തിയിൽ ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ആ പ്രശ്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, തുടർച്ചയായ ബോംബ് ഭീഷണികൾ സംസ്ഥാനത്തുണ്ടാകുന്നുണ്ട്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് നടുവിലൂടെ വേണം ഈ ആളുകൾക്ക് അകത്തേക്ക് പ്രവേശിക്കാൻ. അതെല്ലാം കടന്ന് അവിടെ എത്തിയാൽ പിന്നെ പ്രശ്നമൊന്നുമില്ല. പ്രധാനമന്ത്രി അല്പസമയങ്ങൾക്കകം തന്നെ നമുക്ക് മുകളിൽ കാണുന്ന ആകാശത്തുകൂടി പറന്ന് വിഴിഞ്ഞത്തേക്ക് ഇറങ്ങും. ഈ പ്രകൃതി നമുക്ക് വേണ്ടി കനിഞ്ഞ് അനുഗ്രഹിച്ച് നൽകിയ വിഴിഞ്ഞം എന്ന് പറയുന്ന ഒരു തുറമുഖം, സ്വാഭാവിക ആഴം പോലും 20 മീറ്റർ ആഴമുള്ള ഒരു തുറമുഖമാണ്. അത് ലോകത്തെ മറ്റേത് തുറമുഖത്തോടും കിടപിടിക്കാൻ പോകുന്ന പരുവത്തിനുള്ള ഒരു തുറമുഖം. അങ്ങനെയുള്ളൊരു തുറമുഖം നമ്മൾ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുകയാണ്. ഇത്രയധികം പ്രതിസന്ധികൾ നിലനിൽക്കുമ്പോൾ രാജ്യത്ത് ലോകരാജ്യങ്ങൾ ഒന്നടങ്കം ഇന്ത്യയിലേക്കും പാകിസ്ഥാനിലേക്കും, ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ഒക്കെ പ്രധാനമന്ത്രിമാരുടെ പ്രതികരണങ്ങൾക്ക് കാതോർത്തിരിക്കുന്ന സമയത്ത് നമ്മുടെ പ്രധാനമന്ത്രി ഞങ്ങൾക്ക് ഇതാണ് പറയാനുള്ളത് എന്ന് പറയുകയാണ്. അത് കശ്മീരിലാണ് പ്രശ്നം നടക്കുന്നതെങ്കിൽ ഈ രാജ്യത്തിൻ്റെ ഏറ്റവും ഇങ്ങേയറ്റത്ത് അറബിക്കടലിൻ്റെ തീരത്ത് വന്ന് പ്രധാനമന്ത്രി പറയുന്നു, ഞങ്ങൾ മറ്റ് പ്രശ്നങ്ങൾ നിങ്ങൾക്ക് തരാനുള്ളത് അവിടെ തരും, അതിന് സമയമുണ്ട്, അത് ഞങ്ങൾ കാത്തുവെച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ പക്ഷേ വികസന വിഷയങ്ങളിൽ പാകിസ്ഥാനെ പോലെയല്ല, അല്ലെങ്കിൽ പാകിസ്ഥാൻ ഭീകരവാദത്തിൻ്റെ പേരിൽ നേരിടുന്നത് പോലത്തെ പ്രശ്നങ്ങൾ ഇവിടെ ഇല്ല എന്ന് വിളിച്ചോതുകയാണ്. ഞങ്ങൾ വികസനത്തിൻ്റെ വഴിയെ മുന്നോട്ട് പോവുകയാണ്, ലോകത്തിന് തന്നെ മാതൃകയാവുകയാണ്. ഈ തുറമുഖം ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ അത് നേട്ടമാകുന്നത് കേവലം തിരുവനന്തപുരത്തിനോ കേരളത്തിനോ അല്ലെങ്കിൽ ഇന്ത്യക്കോ പോലുമല്ല, മറ്റ് ഈ സമീപ പ്രദേശങ്ങളിൽ കിടക്കുന്ന രാജ്യങ്ങളിലേക്കുള്ള ചരക്ക് നീക്കത്തിലടക്കം അവർക്ക് പോലും സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ പരുവത്തിനുള്ള ഒരു വികസന പദ്ധതി നമ്മൾ അവതരിപ്പിക്കുകയാണ്. ഇത് ഈ സംസ്ഥാനത്തിന്, കേരളത്തിനും തമിഴ്നാടിനും അടക്കമുള്ള സംസ്ഥാനങ്ങൾക്കും ഒക്കെ ഒരുപാട് വികസനം സാധ്യമായിട്ടുള്ളൊരു അവസരമാണ് വിഴിഞ്ഞം തുറമുഖം സാക്ഷാത്കരിക്കുന്നതോടുകൂടി ഉണ്ടാവുക.